ഹായ് എവ്രി വൺ. ജ്വല്ലറി ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്? ഇന്ന് ഞങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. ആർട്ടിസ്ട്രി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. സോ ഈ പോക്ക് അങ്ങോട്ടേക്കുള്ളതാണ്. ഞങ്ങൾക്ക് തിരൂരായതുകൊണ്ട് നിയർ ബൈ തന്നെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്നുള്ളത്. സോ ആക്ച്വലി എനിക്ക് അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ബാംഗിൾസോ റിങ്ങോ എന്തെങ്കിലും. സോ നമുക്ക് നോക്കാം ഞാൻ എന്താ ഷോപ്പ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് മലബാറെത്തി. ഞങ്ങൾക്ക് നിയർ ബൈ ആയതുകൊണ്ട് സുഖം. ഞാൻ ഫസ്റ്റ്ലി പോയത് മൈൻ കളക്ഷനിലേക്കായിരുന്നു. എനിക്ക് പൊതുവേ ജ്വല്ലറിയിലെ ഡയമണ്ട്സിനോട് ഭയങ്കര ക്രേസാണ്. ഗോൾഡിനെക്കാട്ടും എനിക്ക് ഇട്ടാലും ഭംഗി, കാണാനും ഭംഗി ഡയമണ്ടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബാംഗിൾസ് ട്രൈ ചെയ്ത് നോക്കി. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിലുള്ള ബാംഗിൾസ്. എനിക്ക് പൊതുവെ അത്ര ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഭയങ്കര വെയ്റ്റുള്ള അങ്ങനത്തെ ബാംഗിൾസിനോട് താല്പര്യമില്ല. അങ്ങനെ ഈ കാണുന്ന പോലെ കുറേ ബാംഗിൾസ് ഇട്ടു. ഇതിനെല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. അതിൽ ഈ കണ്ട സാധനം ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ അതപ്പം തന്നെ എടുത്താൽ മതി എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ ബഡ്ജറ്റും കൂടി നോക്കട്ടെ. അങ്ങനെ ബഡ്ജറ്റൊക്കെ നോക്കി കുറേ ബാംഗിൾസ് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ട്രൈ ചെയ്തതിൽ നിന്ന് ഞാൻ കുറച്ച് സോർട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഈ കാണുന്നതല്ല. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതെടുക്കണം എന്നുള്ളത്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ റഷും. ഞങ്ങളന്ന് ആക്ച്വലി ഒരു ഈവനിങ് വന്നിട്ട് പിന്നെ നൈറ്റ് ക്ലോസ് ചെയ്യുന്ന നേരത്താണ് അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നിങ്ങൾ പറയും ഇതിൽ ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാകുന്നുള്ളത്. ലാസ്റ്റ് ഞാൻ ഈ രണ്ടെണ്ണമാണ് സോർട്ട് ചെയ്ത് വെച്ചത്. അതിലൊരു ബാങ്കിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ കണ്ട പോലെ കുറച്ച് സെൽഫീസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ റിങ് എടുക്കാം. കുറേ ആയി ഞാനൊരു റിങ് വാങ്ങണം. അങ്ങനെ ഡയമണ്ട്സിൻ്റെ കുറച്ച് റിങ്സ് നോക്കി. കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു റിങ്സിലും. അതും ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു ഞാൻ നോക്കി. പിന്നെ ഈ കാണുന്ന ആൾ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാതെ എൻ്റെ താല്പര്യത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്. സജഷൻ പറയുമ്പോൾ ആരും ഫുൾ ടൈം ഫോണിൽ. അത് പിന്നെ അങ്ങനെയാണല്ലോ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നേരം ആ ഒരു പേഷ്യൻസോട് അവിടെ ഇരിക്കണമെങ്കിൽ അതിനും വേണമൊരു കഴിവ്. അങ്ങനെ ഞാൻ അവിടെയുള്ള ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മലബാർ ഗോൾഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളതാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറി കിട്ടി. അങ്ങനെ അത് ബില്ല് ചെയ്ത ആ ഹാപ്പി മൂമെൻറ്റ്സോടെ സന്തോഷവതിയായി ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഷട്ടർ ക്ലോസ് ചെയ്യുന്നത്. അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. സോ അത്ര തന്നെയുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.